അപ്പൊ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഏതാണ് ആദ്യത്തെ വിഷയം? ആദ്യത്തെ വിഷയം ഞാൻ കൊടുക്കുന്നത് CNN ഗേൾസ് ഹൈസ്കൂൾ ചെയർപേനാണ് ഞാൻ കൊടുക്കുന്നത്. വിഷയം ഇതാണ്: മഹാഭാരത യുദ്ധത്തിന് കാരണം സത്യവതിയോ ദ്രൗപതിയോ എന്ന ചോദ്യത്തിന് സത്യവതിയാണെന്ന് CNN ഗേൾസ് ഹൈസ്കൂളും അമൃത വിദ്യാലയം പത്തനംതിട്ട പറയുന്നത്. അല്ല, അത് ദ്രൗപതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം ഏത് സ്ത്രീയാണ് എന്നുള്ള ആ ഒരു ചോദ്യം, സത്യവതി ദ്രൗപതി എന്ന ആ രീതിയിൽ നമുക്ക് സംവാദം ആരംഭിക്കാം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. മഹാഭാരത യുദ്ധത്തിന് കാരണം തീർച്ചയായും സത്യവതി തന്നെയാണ്. അല്ല എന്ന് എനിക്ക് തീർച്ചയായും ഖണ്ഡിക്കാൻ കഴിയും. വ്യക്തമായ കാരണങ്ങളും ഉണ്ട്, നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്തേതായിട്ട് ദ്രോണരോട് സത്യവതി ചെയ്ത ഒരു അധർമ്മ പ്രവൃത്തിയുടെ ഫലമായി സത്യവതി ഇടപെടുന്നു. ഒരു നിമിഷം, ആദ്യത്തെ ആ പോയിന്റ് കേട്ടോളൂ, പറയൂ. സത്യവതിയുടെ 2 പുത്രന്മാരും അകാലത്തിൽ മരണമടഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുലം നിലനിർത്താൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ രാജ്യനീതി എന്ന് പറഞ്ഞ് വ്യാസനെ കൊണ്ട് ഗർഭധാനം നടത്താൻ തീരുമാനിക്കുന്നു. പക്ഷേ ഒരു ക്ഷത്രിയ മാതാവായിരുന്നിട്ടും പുത്രവധുക്കളെ അറിയിക്കേണ്ട കാര്യം വേണ്ടതുപോലെ സത്യവതി അറിയിച്ചില്ല. അതായത് വരാൻ പോകുന്ന ഒരു മലിന ദേഹത്തോട് കൂടിയവനായിരിക്കും, എന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്ന് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കും. കാരണം അവരുടെ രാജ്യം ആരെങ്കിലും ഭരിച്ചേ തീരൂ, അതിന് സത്യവതിക്ക് തലമുറ ഉണ്ടായേ തീരൂ. അതിനു വേണ്ടിയിട്ടാണ് വ്യാസനോട് ഗർഭധാരണം ചെയ്യുവാൻ വേണ്ടി പറയുന്നത്. ഞങ്ങളുടെ വാദം ഇതാണ്: ദ്രൗപദി തന്നെയാണ് മഹാഭാരത യുദ്ധത്തിന് കാരണം. അതിന്റെ കാരണം ഇതാണ്, പ്രധാനപ്പെട്ട കാരണം പാഞ്ചാലി വസ്ത്രാക്ഷേപം തന്നെയാണ്. അതിനും കാരണമായത് ദുര്യോധനനെയും കർണനെയും ദ്രൗപദി അപമാനിക്കുന്നുണ്ട്. ദുര്യോധനെ ദ്രൗപദി വീട്ടിൽ വന്ന അതിഥി മയം നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരത്തിൽ ദുര്യോധനൻ വരുമ്പോൾ അവിടെ വെച്ച് സ്ഥലജല ഭ്രമം ഉണ്ടാവുകയും അവിടെ വീട്ടമ്മയായ ദ്രൗപദി അതിഥിയായി വന്ന് ദുര്യോധനെ അപമാനിക്കുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഒരു വീട്ടമ്മ അങ്ങനെ കാണിക്കാൻ പാടില്ല. ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ദ്രൗപദി അപമാനിക്കുന്നത് ദുര്യോധനനെ? തീർച്ചയായിട്ടും അപമാനിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ദ്രൗപദിയും ഭീമനും കൂടി ദുര്യോധന സ്ഥലജല ഭ്രമം ഉണ്ടാകുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മൃഡാനന്ദ സ്വാമികളുടെ മഹാഭാരതത്തിൽ അങ്ങനെ മഹാഭാരതത്തിൽ പറയുന്നത് ഞാൻ പറയാം. നിങ്ങൾ പിതാവിന്റെ അടുത്തുനിന്ന് ചൂത് കളിക്കാനുള്ള അനുവാദം വാങ്ങാൻ വേണ്ടി മാത്രമാണ് ദുര്യോധനൻ ആ പേര് വലിച്ചയച്ചു കൊണ്ടുവരുന്നത്. ഒരു മിനിറ്റ് താങ്കൾ ക്ഷമിക്കണം. ശകുനിയോട് പോലും ചിരിച്ചു എന്ന് ദുര്യോധനൻ പറയുന്നില്ല. സ്വന്തം അത്യാർത്ഥി കാരണമാണ് അവിടെ സ്ഥലജലഭ്രമം ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നില്ല. വ്യാസ മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നില്ല. തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കാം, എനിക്കത് വ്യക്തമായി പറയാൻ സാധിക്കും. മാത്രമല്ല, കർണനെയും ദ്രൗപദി നല്ല രീതിയിൽ തന്നെ അപമാനിച്ചിട്ടുണ്ട്. സ്വന്തം സ്വയംവരത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കർണനെ ദ്രൗപദി അപമാനിച്ചു. സൂതപുത്രൻ എന്ന് വിളിച്ച് അത് കർണനിൽ വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. ആ വേദനയിൽ നിന്നും ദുര്യോധനും കർണനും ഉണ്ടായ വേദനകളിൽ നിന്ന് അവിടെ യുദ്ധമാണ് ഉണ്ടായത്. അവർക്കൊരു തിരിച്ചടിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിലൂടെ അവരത് തിരിച്ചടിക്കുകയും ചെയ്തു. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിയെ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദുശാസനോട് വരാൻ പറയുന്നത് കർണനാണ്. മാത്രമാണ് അവിടെ കൊണ്ടിരുന്നത്. സത്യവതി ഒരു അധർമ്മ പ്രവൃത്തി ചെയ്തു. എന്തെന്നാൽ ഈ ഗർഭധാനത്തിന് വരാൻ പോകുന്നത് ഒരു മലിന ദേഹത്തോടു കൂടിയനായിരുന്നു. പക്ഷെ സത്യവതി അത് പറഞ്ഞില്ല. അതുപോലെ വ്യാസൻ കൊട്ടാരത്തിൽ എത്തിയപ്പോഴേ അറിയിക്കുന്നുണ്ട്, 1 വർഷത്തെ വ്രതം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ സൽസന്താനങ്ങളെ ലഭിക്കുകയുള്ളൂ എന്ന്. അന്ന് 1 വർഷം കാത്തിരുന്നെങ്കിൽ യാതൊരു പങ്കുമില്ല. വ്യാസൻ തെറ്റിയതിൽ സത്യവതിക്ക് യാതൊരു പങ്കുമില്ല. പകരം ദ്രൗപദിയുടെ മനസ്സിലാണ് ആദ്യം മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നത്. ദ്രൗപദിയാണ് അത് തീരുമാനിക്കുന്നത്. ദ്രൗപദിയാണ് ആദ്യം യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ദ്രൗപദി ആദ്യം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൗരവ സഭയിൽ വെച്ച്. തന്റെ ദുശാസനാൽ തന്റെ അഴിഞ്ഞു വീണ മുടി ഭീമൻ ദുശാസന്റെ മാറിടം പിളർന്ന് രക്തമെടുത്ത് മാത്രമേ കെട്ടിവെക്കുകയുള്ളൂ. ആ ശപഥം നടപ്പാകണമെങ്കിൽ ആ മഹാഭാരത യുദ്ധം അവിടെ അനിവാര്യമായി. സത്യവതി വേണ്ടേ? ധൃതരാഷ്ട്രർ പറയുന്നുണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് ശേഷം എന്തെന്നാൽ സ്വന്തം രാജ്യം എല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഉത്തമനായ മനുഷ്യർ ഒരിക്കലും മനസ്സിൽ വൈരാഗ്യം കൊണ്ട് നടക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രതിജ്ഞ ലംഘിക്കണമെന്ന് പറയാതെ പറയാണ് ധൃതരാഷ്ട്രർ. ആരെയെല്ലാം എങ്ങനെയെല്ലാം കൊല്ലണമെന്ന് ദ്രൗപദി ആ സഭയിൽ വെച്ച് അന്ന് പറഞ്ഞു.
ഭീമനാൽ ദുര്യോധനന്റെ തുടയില് പൊട്ടിക്കുമെന്നും അതേപോലെ തന്നെ ദുശാസനന്റെ മാറിടം കീറി ആ ചോര കൊണ്ട് മുടിക്കെട്ട് കെട്ടിത്തരണമെന്നും പറയുന്നു. ഇങ്ങനെ ആരെയെല്ലാം കൊല്ലണമെന്ന് പറയുന്നത് ഈ യുദ്ധത്തിന്റെ ഈ യുദ്ധം എങ്ങനെ നടത്തണമെന്ന് പറയുകയാണ് അവിടെ. ഈ യുദ്ധം എങ്ങനെ നടത്തണമെന്ന് അവിടെ പറയുന്നു. ദുശാസനന്റെ ചോര കുടിച്ചു. ശരിക്കും ദുശാസനന്റെ ചോര കുടിച്ചിട്ടില്ല. ദുശാസനെ കൊന്ന ഓക്കെ